നമുക്ക് ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കരിയറാണ്. അപ്പം മോസ്റ്റ്ലി നമ്മൾ പറയുന്നത് എന്താ പറയുക, വൈറ്റ് കോളർ ജോബിലാണ് ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് പെടുക. പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും ഒരു സ്പെഷ്യലൈസേഷൻ കൊണ്ടൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതൊരു ഗോൾഡ് കോളർ കരിയർ ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. ഇത് കണ്ടു കാണാത്ത ഒരാൾ, ആ ആൾക്ക് കുറച്ച് കാഴ്ച നമ്മൾ കൊടുക്കുക, അപ്പോൾ ആളുടെ മുഖത്ത് കാണുന്നൊരു സന്തോഷം ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആയി, അത് എനിക്ക് തോന്നണമെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കും. ഒരു ഒപ്റ്റോമെട്രി എടുക്കുന്നതോട് കൂടിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോംപ്രഹെൻസീവ് ഐ കെയർ പ്രൊഫഷണലാണ്. അതായത് നമ്മളൊരു ഹോസ്പിറ്റലിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ലൈൻ ആയിട്ടാണ് ഒരു ഒപ്റ്റോമെട്രി വർക്ക് ചെയ്യുക. അതായത് നമ്മുടെ വിഷ്വൽ സിസ്റ്റം ഇവാലുവേഷൻ, അക്യുറേറ്റ് റിഫ്രാക്ഷൻ, കോൺടാക്ട് ലെൻസ് ഫിറ്റിംഗ്, ലോ വിഷൻ റീഹാബിലിറ്റേഷൻ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആയിരിക്കും. കണ്ണിനകത്ത് നടക്കുന്ന പാത്തോളജീസ്, ഗ്ലോക്കോമ മീൻസ് പറയുമ്പോൾ നമ്മുടെ വേൾഡിൽ തന്നെ ഇറിവേഴ്സിബിൾ ബ്ലൈൻഡ്നെസ് എന്താ പറയുക, മീൻസ് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ബ്ലൈൻഡ്നെസ്. അതായത് ആ ഒരു കണ്ടീഷൻ വന്നിട്ട് കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കാഴ്ച തിരിച്ചു കിട്ടില്ല. ഇത്തരം കണ്ടീഷനൊക്കെ നമ്മൾ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടുള്ള റെഫറൽ നൽകുന്നത് ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഐ ടെസ്റ്റിംഗ് മാത്രമായിട്ട് നമ്മൾ ഈ മേഖലയെ ചുരുക്കാൻ പാടില്ല. ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കെന്നല്ല, നമ്മൾ തിയററ്റിക്കലി പഠിക്കുമ്പോഴും പ്രാക്ടിക്കലി ചെയ്യുമ്പോഴും അത്തരത്തിലാണ് ഈ മേഖലയെ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന പല വിദ്യാർത്ഥികളുടെയും ഉള്ളിൽ ഒരു ചോദ്യമുണ്ടായിരിക്കും, ഇനി എന്ത്? ഈ ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരങ്ങളും കരിയർ ഓപ്ഷൻസുമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഹിയർ വി ഹാവ് റിയൽ കോൺവെർസേഷൻസ് വിത്ത് റിയൽ പ്രൊഫഷണൽസ്. ഹായ് എവ്രിവൺ, വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ഡെൽറ്റ അഡ്മിഷൻസ് ഫ്യൂച്ചർ ടോക്സ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സിനെ കുറിച്ചാണ്. ഈ കോഴ്സിലേക്ക് എങ്ങനെ കടക്കാം, സ്കോപ്പ് എങ്ങനെയാണ്, പഠനം എങ്ങനെയാണ്, സാലറി, മിത്ത്, മിസ്കൺസെപ്ഷൻസ്, ഓപ്പർച്യൂണിറ്റീസ് എന്നിവയെ പറ്റിയെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഒപ്റ്റോമെട്രിസ്റ്റ് ഉണ്ട്. 7 വർഷത്തെ അക്കാഡമിക് ആൻഡ് ക്ലിനിക്കൽ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള അസിസ്റ്റന്റ് പ്രൊഫസർ കൃഷ്ണജ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ കൃഷ്ണജ. ഹായ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ today we are discussing each and everything about optometry from basics to career scope. So let's get started. So നമുക്ക് ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് വളരെ ബേസിക്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പലരുടെയും മനസ്സിലുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഈ ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് ഒരു ഐ ടെസ്റ്റിംഗ് കോഴ്സ് ആണെന്നുള്ളത്. പക്ഷെ അതിലുപരി മറ്റു പല മേഖലകളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന വളരെയധികം വളർച്ചാ സാധ്യതകളുള്ള ഒരു കോഴ്സാണ്, ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഒപ്റ്റോമെട്രി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റി കേട്ടിട്ടുള്ളവർക്കും കേട്ടിട്ടില്ലാത്തവർക്കുമായിട്ട് നമുക്ക് കുറച്ചധികം ഡീറ്റെയിൽസ് ഒന്ന് അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഒപ്റ്റോമെട്രി, കൃഷ്ണജ? ഓക്കെ, ഞാൻ പഠിച്ചിരുന്ന കാലത്ത് പോലും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് ജസ്റ്റ് ഐ ടെസ്റ്റിംഗ് മാത്രമാണ്. പക്ഷേ ഐ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് അതിൽ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ വിഷ്വൽ സിസ്റ്റം ഇവാലുവേഷൻ. വിഷ്വൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈറ്റ് തട്ടിയിട്ട് അത് പാസ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. ജസ്റ്റ് കോർണിയ, ലെൻസ്, വിട്രിയസ് പോലെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതിനെപ്പറ്റി കറക്റ്റായിട്ടുള്ള ഇവാലുവേഷൻ ചെയ്യാനും കറക്റ്റായിട്ട് റിഫ്രാക്ഷൻ മീൻസ് നമ്മുടെ കണ്ണിലുള്ള റിഫ്രാക്റ്റീവ് എറർ, അതായത് ഇപ്പോൾ നമ്മൾ പേഷ്യൻസ് കണ്ണട വെക്കുന്നുണ്ടല്ലോ, ആ കണ്ണട വെക്കുന്നതിൻ്റെ റീസൺ ആണ് നമുക്ക് അറിയേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ചെക്ക് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ പാത്തോളജീസ് ഉണ്ട്, കണ്ണിനകത്ത് നടക്കുന്ന പാത്തോളജീസ്. ഗ്ലോക്കോമ മീൻസ് പറയുമ്പോൾ നമ്മുടെ വേൾഡിൽ തന്നെ ഇറിവേഴ്സിബിൾ ബ്ലൈൻഡ്നെസ് എന്താ പറയുക, മീൻസ് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ബ്ലൈൻഡ്നെസ്. അതായത് ആ ഒരു കണ്ടീഷൻ വന്നിട്ട് കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കാഴ്ച തിരിച്ചു കിട്ടില്ല. അപ്പം ഇത്തരം കണ്ടീഷനൊക്കെ നമ്മൾ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടുള്ള റെഫറൽ നൽകുന്നത് ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഐ ടെസ്റ്റിംഗ് മാത്രമായിട്ട് നമ്മൾ ഈ മേഖലയെ ചുരുക്കാൻ പാടില്ല. ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കെന്നല്ല, നമ്മൾ തിയററ്റിക്കലി പഠിക്കുമ്പോഴും പ്രാക്ടിക്കലി ചെയ്യുമ്പോഴും അത്തരത്തിലാണ് ഈ മേഖലയെ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ. സോ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. എങ്ങനെയാണ് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്, ഒരു പ്ലസ് ടു കഴിഞ്ഞൊരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ്, അവർക്ക്
നിരവധി തൊഴിലവസരങ്ങളും അതേപോലെ തന്നെ അവർക്ക് കുറേ അധികം ഭാവിയിലേക്കുള്ള കുറേ കാര്യങ്ങൾ ഉള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. അവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു, കാരണം അധികം അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇത്രയും വളർച്ചാ സാധ്യതകളുണ്ട് ഒരു ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഫുൾ എപ്പിസോഡിൽ നമുക്കൊന്ന് കവറപ്പ് ചെയ്ത് പോകാം. ഓക്കെ. സോ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു ഫസ്റ്റ് ഡെഫിനിഷൻ എന്താണ് ഒപ്റ്റോമെട്രി എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ആരോഗ്യരംഗത്ത് ഇത്രയധികം പ്രാധാന്യം ഒപ്റ്റോമെട്രിക്ക് വന്നു കഴിഞ്ഞു. പക്ഷേ ഈ കാഴ്ച പരിശോധന അല്ലെങ്കിൽ ഒരു വിഷൻ കറക്ഷൻ, ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ വിഷൻ കറക്ഷൻ, അങ്ങനെയുള്ള കുറേ അധികം മേഖലകളിൽ അപ്പുറത്തേക്ക് അത് കൂടാതെ ഈ പീഡിയാട്രിക് ആൻഡ് ജെറിയാട്രിക് ഐ കെയർ, പിന്നെ കോണ്ടാക്ട് ലെൻസ് പ്രാക്ടീസ്, പിന്നെ റിസർച്ചസ്, പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസ്, അങ്ങനെ കുറേ അധികം മേഖലകളിലേക്ക് ഇപ്പോൾ ഒപ്റ്റോമെട്രി വ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ, അതും കൂടെ കവർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഇനി അങ്ങോട്ടുള്ള, അതായത് ഇപ്പോൾ 2026 2026 നിന്നും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒപ്റ്റോമെട്രിക്കുള്ള സ്കോപ്പ് എന്തൊക്കെയാണ്? സ്കോപ്പ് അല്ലെങ്കിൽ വളർച്ചാ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ അതിലൊക്കെ സ്റ്റുഡൻറ്സ് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ്? ഓക്കെ. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു ഡിജിറ്റൽ വേൾഡിലാണ്. അതായത് നമ്മുടെ ഫോൺ യൂസേജ് വളരെ കൂടുതൽ കാലഘട്ടമാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ജനിച്ചിരിക്കുന്ന പിള്ളേര് പോലും ഫോൺ അഡിക്റ്റ് ആയിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ വിഷ്വൽ സിസ്റ്റത്തിന് ഏറ്റവും ചേഞ്ച് ആക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഫോൺ. അതായത് നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നോ അത്രത്തോളം നമ്മുടെ കണ്ണിന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കണ്ടീഷനാണ് മയോപ്പിയ. മയോപ്പിയ പ്രോഗ്രഷന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ ഫോൺ യൂസേജ് ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഈ ഫോൺ യൂസേജ് കൂടുമ്പോൾ തന്നെ അതുപോലെ സ്ക്രീനിങ്ങും, അതായത് സിസ്റ്റം ഉപയോഗിക്കുന്ന സ്ക്രീനിങ് ടൈമൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇതൊക്കെ റിലേറ്റഡ് നോക്കുന്ന സമയത്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൂടുതലുണ്ട്. അതായത് വിഷ്വൽ ഡിസോർഡേഴ്സിന്റെ സാധ്യത വളരെ കൂടുതലാണ്. സോ നമ്മൾ അതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കുന്നതും അത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ബേസിക്കലി നമ്മൾ പറയുന്ന ഒരു 20-20 റൂൾ ഉണ്ട്. ആ റൂൾ പ്രകാരം നമ്മൾ ഈ സിസ്റ്റങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസിന് ഒരു റൂൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ റൂൾ ബേസ്ഡാണ് നമ്മൾ ഓരോ സാധനങ്ങളും യൂസ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അവയർനെസ് ഒക്കെ നൽകുന്നതും ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. മീൻസ് നമ്മൾ എന്താ പറയുക, സ്കോപ്പ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കൂടിയിട്ടേ ഉള്ളൂ. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഷുഗർ, പ്രഷർ, നോർമലി ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആയി വരുന്ന കണ്ടീഷൻ ആണെങ്കിലും ഇതുകൂടെ കണ്ണിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞൊരു ഒരു കോഴ്സ് വരുന്നുണ്ട്. അതൊരു പാത്തോളജിക്കലി കണ്ടീഷനാണ്. റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലെ റെറ്റിനേനെയാണ് ബാധിക്കുക. റെറ്റിന എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈറ്റ് റേസ് പാസ് ചെയ്തിട്ട് ഇമേജ് ഫോം ചെയ്യുന്ന, അതായത് ഞാനിപ്പോൾ താങ്കളെ കാണുന്നുണ്ട്, എന്റെ കണ്ണിൽ കാണുന്നതിന്റെ റെറ്റിനയിൽ അത് ഇമേജ് ഫോം ചെയ്തതിന് ശേഷമാണ്. ഇപ്പൊ ഡയബറ്റിസം വരുന്ന ആളുകൾക്ക് ഈ ഒരു റെറ്റിനാൽ ഏരിയയിലാണ് ചേഞ്ചസ് വരിക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. ഇന്നത്തെ സാഹചര്യം നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയ്ക്ക് സ്കോപ്പ് കൂടിയിട്ടേ ഉള്ളൂ. അതൊരിക്കലും കുറഞ്ഞു നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ. സോ ഇപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കുറേ അധികം തൊഴിൽ സാധ്യതകളിലേക്ക് വന്നിട്ടുണ്ട് അല്ലെ, ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. സോ ഈ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഒരു കാഴ്ചയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അവരെ സമീപിക്കേണ്ടത് ഇവരെയാണ് എന്നുള്ളൊരു മാൻഡേറ്ററി റിക്വയർമെന്റിലേക്ക് വന്നു കഴിഞ്ഞു അല്ലെ ഈ 2025. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മൾ എത്തി തുടങ്ങുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഫീൽഡ്, അതായത് ഒഫ്താൽമോളജിസ്റ്റ്, ഒപ്റ്റോമെട്രിസ്റ്റ്, ഒപ്റ്റീഷ്യൻ, നമ്മൾ O3 എന്നാണ് ഇതിനെ വിളിക്കുക. ഇത് സെക്കൻഡ് പൊസിഷനിലാണ് നിൽക്കുന്നെങ്കിലും ഒരു പേഷ്യന്റ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിലോട്ട് വരുമ്പോൾ കാണിക്കുന്നത്, അതായത് ഫസ്റ്റ് ടൈം ഒരു കാണിക്കുന്നത് നമ്മുടെ ഒപ്റ്റോമെട്രിസ്റ്റിനെ ആയിരിക്കും. ആ വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് ആ പേഷ്യന്റ് എല്ലാ തരത്തിലുള്ള കണ്ടീഷൻസും മാർക്ക് ചെയ്യുന്നത്. അതായത് പേഷ്യന്റ് ഒരു റൂമിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യും. ആ പേഷ്യന്റ് നടത്തം വരെയുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലയിൻസ് ഒക്കെ എഴുതിയെടുക്കുക. കറക്റ്റായിട്ട് നമ്മൾ ഹിസ്റ്ററി ടേക്കിംഗ് എടുക്കണം. ഹിസ്റ്ററി ടേക്കിംഗ് എന്ന് പറയുമ്പോൾ ഒക്കുലാർ ഹിസ്റ്ററി എടുക്കും, സിസ്റ്റമിക് എടുക്കും, അലർജിക് എടുക്കും, അതേപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി എടുക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പൊ അലർജീസ് ഉള്ളത് എന്താ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ എന്താ പറയാ, ഒരു ഡസ്റ്റ് ഏരിയാസിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ ലോക്കൽ ഏരിയാസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഡസ്റ്റിന്റെ എക്സ്പോഷർ കൂടുതലായിരിക്കും. അത്തരത്തിലൊക്കെ വരുന്ന സമയത്തും കണ്ടീഷൻസ് ചേഞ്ച് ആവുന്നുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ ഒരു ഹിസ്റ്ററി ടേക്കിംഗ് എടുക്കണം. അതൊക്കെ കഴിയുന്നത് ആരെ കൊണ്ടാണ്? ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് ചെയ്യുന്നത്. ഒപ്റ്റീഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഒപ്റ്റോമെട്രിസ്റ്റ് ഡിസ്പെൻസ് ചെയ്തിട്ടുള്ള സ്പെക്ടക്കിൾസ് ഫിറ്റ് ചെയ്തിട്ട് കൊടുത്തയക്കുന്നത്. ഇനി ഒഫ്താൽമോളജിസ്റ്റ് കറക്റ്റായിട്ട് സർജറീസ്, മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഒക്കെയാണ് ഒഫ്താൽമോളജിസ്റ്റ് ചെയ്യുക. പക്ഷെ ഇതിനൊക്കെ റെഫറൽ പോകുന്നത് ഒരു ഒപ്റ്റോമെട്രിസ്റ്റിന്റെ കയ്യിൽ നിന്നാണ്. ഓക്കെ.
സോ ഇപ്പോൾ നമുക്ക് കുട്ടികൾ നമ്മൾ പഠിച്ചു വരുന്ന സ്റ്റുഡൻസ് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസിന് വളരെയധികം ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു വന്ന പോലെ തന്നെ തൊഴിലവസരങ്ങൾ വളരെയധികം ഉണ്ട്. അവസരങ്ങൾ നൽകുന്നൊരു ഏരിയയാണ്. അപ്പോൾ പക്ഷേ ഈ സ്റ്റുഡൻസ് ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പം ഞാനാണെങ്കിലും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കും. എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കടന്നു വരേണ്ടത് എന്നുള്ളതിനെ പറ്റി. അപ്പോൾ ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആവാൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവര് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു സ്കിൽസ് അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ആസ് ആൻ ഒപ്റ്റോമെട്രിസ്റ്റ് ആവാൻ തയ്യാറെടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവർ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കുറച്ച് ക്വാളിറ്റീസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്തൊക്കെയായിരിക്കും? ഓക്കെ, നമ്മുടെ ഇന്നർ സ്കിൽസിനേക്കാളും കുറച്ചും കൂടെ നമ്മൾ പ്രാധാന്യം ഇവിടെ കൊടുക്കേണ്ടത് നമ്മുടെ അക്കാഡമിക് ഏരിയയാണ്. അതായത് പ്ലസ് ടു കഴിഞ്ഞവർക്ക് എന്നല്ല, പ്ലസ് ടു സയൻസ് സ്ട്രീം എടുത്തവർക്ക് മാത്രമേ ഈ ഒരു കോഴ്സ് ആപ്ലിക്കബിൾ ആവുള്ളൂ. ഓക്കെ. അതായത് പ്ലസ് ടു സയൻസ് എന്ന് പറയുമ്പോൾ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഇത് മൂന്നും പഠിച്ചവർക്ക് മാത്രമേ ഒപ്റ്റോമെട്രി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു സ്കിൽസ് എന്ന് പറയുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഹിസ്റ്ററി ടേക്കിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ആ പേഷ്യൻ്റെ ജനനം തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയണം. കാരണം ജനനത്തിലും ഒരുപാട് ചേഞ്ചസ് കണ്ണിനെ ബാധിക്കുന്നുണ്ട്. കൊളബോമാസ് എന്നൊക്കെ പറയും. കൊളബോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക്കലി വരുന്ന കണ്ടീഷനാണ്. ഇതിനൊന്നും ട്രീറ്റ്മെന്റ് ഇല്ല. പൊതുവേ ജനറ്റിക്കലി വരുന്ന കണ്ടീഷനൊന്നും ട്രീറ്റ്മെന്റ് ഇല്ല. അപ്പം നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ വരണം. ഇതാണ് മെയിൻ ആയിട്ട് ഒരാൾക്ക് വേണ്ടത്. ഒരു വ്യക്തിനെ കുറിച്ച് അറിയാനുള്ളൊരു നമുക്കൊരു ഇഷ്ടം തോന്നണം. എനിക്ക് ഇത് എന്നെ കൊണ്ട് കഴിയും എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഒബ്സർവേഷൻ, കീൻ ഒബ്സർവേഷൻ ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. നെക്സ്റ്റ് എംപതി, ഒരു വ്യക്തിയോട് നമുക്ക് എംപതി തോന്നണം. അതായത് നമ്മൾ നോക്കുന്നത് ഭയങ്കര സെൻസിറ്റീവ് പാർട്ടാണ് കണ്ണെന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ ബോഡിയിൽ തന്നെ ഏറ്റവും സെൻസിറ്റീവ് പാർട്ടാണ് കണ്ണ്. അപ്പോൾ ഇതിനെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള രീതികൾ, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺജക്റ്റിവൈറ്റിസ് എന്ന് പറയും. നോർമലി നമുക്ക് പറഞ്ഞാൽ ചെങ്കണ്ണായിട്ടൊരു പേഷ്യൻ്റ് നമ്മുടെ മുന്നിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര ക്ഷീലുണ്ടായിരിക്കും, ഭയങ്കര റെഡ് കളർ ആയിരിക്കും കണ്ണ്, ഡിസ്ചാർജ് ഒക്കെ ഒഴുകിയിട്ടുണ്ടായിരിക്കും. ഇത്തരം കണ്ടീഷൻ ഒരു വ്യക്തി നമ്മൾ മുന്നിലേക്ക് വരുന്ന സമയത്ത് അത് നമ്മളൊരു എന്താ പറയുക, ഒരു അറപ്പോട് കൂടിയിട്ടൊന്നും നോക്കാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ എംപത്തറ്റിക് ആവണം. അതിനുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് കറക്റ്റ് ആയി പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ലോ വിഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ലോ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷൻ ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ലൈറ്റ് മാത്രം കണ്ണുകൂടെ പോകും, കണ്ണിന്റെ മുന്നിൽ കൂടെ പോകുന്ന ഒരു പ്രസൻസ് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. അത്തരം പേഷ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ അവരോട് പറയണം, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് പേഷ്യൻസിനും കൂടെ ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള റിലേഷൻ അവിടെ കണ്ടിന്യൂ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സ്കില്ലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് ഒപ്റ്റോമിസ്റ്റ് ആവുള്ളൂ. അക്കാഡമിക്കലി മാത്രമല്ല, നമ്മുടെ ഇന്നർ സ്കിൽസും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. നമുക്ക് മെയിൻലി 2 ഓഡിയൻസ് ആണ് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത്. ഒന്ന് നമ്മുടെ പ്ലസ് ടു ഓഡിയൻസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ 2 സ്റ്റുഡൻസും ഒപ്റ്റോമെട്രിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഇപ്പോൾ ഡിപ്ലോമ കോഴ്സസ് അവൈലബിൾ ആണ് ഒപ്റ്റോമെട്രിക്ക്. അതേപോലെ തന്നെ ഡിഗ്രി കോഴ്സസും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഡിഗ്രി കോഴ്സസ് ആണോ അതോ ഡിപ്ലോമ കോഴ്സസ് ആണോ ഈ സ്റ്റുഡൻസിൻ്റെ ഈ 2 കാറ്റഗറി ആയിട്ടുണ്ടെങ്കിൽ അതിലപ്പുറത്ത് ഏതെങ്കിലും വരികയാണെങ്കിലും സ്റ്റുഡൻസ് നോക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവർക്ക് ഏതായിരിക്കും അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് അല്ലെങ്കിൽ കരിയർ ഗോൾസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് ചൂസ് ആവുന്നത് അല്ലെങ്കിൽ അവർക്ക് സ്യൂട്ട് ആവുന്നത് ഏതായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, സയൻസ് ബേസ്ഡ് ആയുള്ള ആളുകൾക്ക് മാത്രമേ BSc ചൂസ് ചെയ്യാൻ കഴിയുള്ളൂ. സയൻസ് അല്ലാത്ത ഹ്യൂമാനിറ്റിക്സ് അതുപോലെ കൊമേഴ്സ് എടുത്ത ആളുകൾക്ക് ഡിപ്ലോമ കോഴ്സുകൾ അവൈലബിൾ ആണ്. അത് 2 ഇയർ കോഴ്സ് മാത്രമാണ്. അതിൽ ചില എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻസ് 6 മന്ത് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കമ്പൽസറി ആയിട്ട് ചിലവർ കാണിക്കുന്നില്ല. പക്ഷെ BSc എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ്. പക്ഷെ അത് സയൻസ് സ്ട്രീം എടുത്തവർക്ക് മാത്രമേ ചൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അത് 4 ഇയേഴ്സ് കോഴ്സാണ്. 4 ഇയർ എന്ന് പറയുമ്പോൾ 3 ഇയർ അക്കാഡമിക് പ്ലസ് ക്ലിനിക്കൽ പോസ്റ്റിംഗ് വരുന്നുണ്ട്. നെക്സ്റ്റ് 1 ഇയർ വരുമ്പോൾ അത് ഇന്റേൺഷിപ്പ് ആയിട്ട് കമ്പൽസറി ആയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യണം. ഇതാണ് മെയിനായിട്ട് വരുന്ന ഡിഫറൻസ്. ഞാൻ പറയുന്നത് കുറച്ചും കൂടെ ഓപ്ഷൻ നല്ലത് ഏതാ ചോദിച്ചാൽ BSc തന്നെ ആയിരിക്കും. പക്ഷെ അത് എല്ലാവർക്കും എടുക്കാനും കഴിയില്ല. സയൻസ് സ്ട്രീം എടുത്തവർക്ക് മാത്രമേ എടുക്കാൻ കഴിയുന്നുള്ളൂ. അതാണ് ഈ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഫ്യൂച്ചർ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ BSc തന്നെ ആയിരിക്കും. കാരണം BSc കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? PG, അതായത് MSc ഒപ്റ്റോമെട്രി അവൈലബിൾ ആണ്. അതേപോലെ തന്നെ PhD റിസർച്ച് ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ BSc എടുക്കുന്നതായിരിക്കും. പിന്നെ ഫെലോഷിപ്സും കുറച്ചും കൂടെ ബെറ്റർ കിട്ടുന്നത് നമ്മുടെ BScക്കാർക്കാണ്. ഡിപ്ലോമക്കാരിൽ എല്ലാ സർട്ടിഫിക്കറ്റ് കോഴ്സിനും
ഫെലോഷിപ്പ് എടുക്കാൻ പറ്റില്ല. അതോ അടുത്ത ക്വസ്റ്റ്യൻ തന്നെ അതായിരുന്നു. ബിക്കോസ് ഇപ്പം ഈ ഫ്യൂച്ചർ പ്ലാൻസിലേക്ക് എടുക്കുന്ന സ്റ്റുഡൻസിന് നമ്മുടെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൻ്റെ ഒപ്പം ഒന്ന് കവറപ്പ് ചെയ്ത് പോയാലോ. ബിക്കോസ് ഇപ്പോൾ ഒരു +2 കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇപ്പം ഡിപ്ലോമ എല്ലാവരും നോക്കും, നമുക്ക് ഡിപ്ലോമ എടുത്താൽ പോരെ എന്നുള്ളത്. അതേപോലെ ഡിഗ്രി കോഴ്സസ് എടുക്കുന്ന ഡിഗ്രി കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസിന് ഞാനിപ്പോൾ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞല്ലോ, ഇനി ഒരു ഡിപ്ലോമ കഴിഞ്ഞിട്ട് നമുക്ക് ഇതായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലേ, എന്തായാലും ചെയ്യുന്ന ജോലി സെയിം അല്ലേ, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് അവരുടെ മൈൻഡിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ആ ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്റ്റുഡന്റ് ബേസിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ഡിപ്ലോമ കഴിഞ്ഞിട്ട് BSc എടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അത് നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി വഴി കയറാനൊക്കെ കഴിയും. അതായത് 3 വർഷത്തെ പഠിക്കുന്നതിന് പകരം ഫസ്റ്റ് ഇയർ സ്കിപ്പ് ചെയ്തിട്ട് 2ാമത്തെ വർഷം തൊട്ട് ജോയിൻ ചെയ്യാൻ കഴിയും. അങ്ങനെ കോഴ്സുകളും അവൈലബിൾ ആണ്. പക്ഷെ അവർക്ക് എന്ത് വേണം? സയൻസ് സ്ട്രീം നിർബന്ധമാണ്. സയൻസ് സ്ട്രീം ഇല്ലാത്ത ആളുകൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ഡിപ്ലോമ ആയിരിക്കും. അതിന്റെ കൂടെ അവർ ഫിറ്റിംഗ് കോഴ്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻകം ഉണ്ടാക്കാൻ കഴിയും. അതായത് അവരുടെ നമ്മളൊരു ഒപ്റ്റിക്കൽസിൽ എടുത്തു കഴിഞ്ഞാൽ ഒപ്റ്റോമെട്രിസ്റ്റും വേണം, അതേപോലെ ഒപ്റ്റീഷ്യനും വേണം. ഇത് രണ്ടും പഠിച്ചവർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനും സാലറി ഇൻക്രിമെന്റിനും ചാൻസ് കൂടുതലാണ്. അതേപോലെ ഈ കോഴ്സ് ഇപ്പോൾ ഒപ്റ്റോമെട്രിയിലേക്ക് വരുമ്പം നമ്മൾ ഒപ്റ്റോമെട്രി മാത്രമല്ല, നമ്മൾ മറ്റേത് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും ഈ കോഴ്സ് ഇങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും പഠിക്കേണ്ടത്. അങ്ങനെ കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ കാര്യത്തിനും ഉണ്ടാവും ഇന്നത്തെ കാലത്തുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ. നമുക്ക് ശരിക്കും ഈ ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന ഈ പ്രൊഫഷണൽ കോഴ്സിലുള്ള എക്സ്പെക്റ്റേഷൻസ് വേഴ്സസ് റിയാലിറ്റി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? നോർമലി നമ്മുടെ കോളേജിലൊക്കെ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവർ പൊതുവേ പറയുന്നത് നോർമൽ ഒരു ഡിഗ്രി പോലെയാണ് ഒപ്റ്റോമെട്രി എന്നാണ്. അത് പലരും വിചാരിച്ചിരുന്നത് BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് ഒരു സാധാ ഡിഗ്രി. എന്നാൽ സാധാ ഡിഗ്രി അല്ല, ഇതൊരു കോംപ്രിഹെൻസീവ് ഐ കെയർ പ്രൊഫഷനാണ്. മീൻസ് ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പ്രാധാന്യം ഇതിനുണ്ട്. ഇതൊരു നമ്മൾ പറയുമ്പോൾ ഒരു അക്കാഡമിക് ബേസിൽ മാത്രം, അതായത് തിയറി ക്ലാസ്സുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല ഒപ്റ്റോമെട്രി. അതിനെന്ത് വേണം? ഒരു പോസ്റ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നമ്മൾ സെക്കൻഡ് ഇയർ തൊട്ട് പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ പോസ്റ്റിംഗ്, മെയിനായിട്ട് ഐ ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും. അതിൽ OPD മാനേജ്മെന്റ് അടക്കം പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി സെന്റർ ഉണ്ടായിരിക്കും. കമ്മ്യൂണിറ്റി സെന്റർ മീൻസ് നമ്മൾ പുറത്തുനിന്നുള്ള, അതായത് നമ്മുടെ കുട്ടികൾ തന്നെ പുറത്തോട്ട് പോയിട്ട് ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ഹോം കെയർ, അതേപോലെ തന്നെ മെഗാ ക്യാമ്പുകളൊക്കെ നടത്തുന്നുണ്ട്. ഈ ക്യാമ്പുകൾ വഴി നമ്മൾ പേഷ്യൻസിനെ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കും കമ്മ്യൂണിറ്റി സെന്റർ. അപ്പോൾ പേഷ്യന്റ് അതായത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ, പഠിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ അലോ ചെയ്യിക്കില്ല പേഷ്യന്റിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ സജ്ജീകരണം കമ്മ്യൂണിറ്റി സെന്റർ വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണം. മെയിനായിട്ട് വിചാരിക്കുക ഒരു ഒപ്റ്റോമെട്രി എടുക്കുന്ന സമയത്ത് ഈസി കോഴ്സാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഈസി അല്ല, കുറച്ച് ചലഞ്ചിങ്, മീഡിയം ടു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മെയിനായിട്ട് ഇതിന്റെ സബ്ജക്റ്റ് ആണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വരിക. ഫുള്ളി സയൻസ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അനാറ്റമി വരുന്നുണ്ട്. ഒക്കുലാർ അനാറ്റമി. ഒക്കുലാർ അനാറ്റമി എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസിൽ എന്താ? ഒരു കണ്ണ്. ആ കണ്ണ് മാത്രമല്ല, ഈ കണ്ണിൽ കോർണിയ ഉണ്ട്, ലെൻസ് ഉണ്ട്, വിട്രിയസ് ഉണ്ട്, റെറ്റിന ഉണ്ട്. ഇതിൻ്റെ എല്ലാ അനാറ്റമി പഠിക്കണം. പിന്നെ ഫിസിയോളജി, ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് കറക്റ്റായി അറിഞ്ഞിരിക്കണം. അതറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു റിഫ്രാക്ഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഡിസീസസ്. ഒക്കുലാർ ഡിസീസസ് വരുന്നുണ്ട്. ഒക്കുലാർ ഡിസീസ് മീൻസ് അസുഖങ്ങൾ, കണ്ണിന് വരുന്ന അസുഖങ്ങൾ. ശരീരത്തിനെ പോലെ തന്നെ കണ്ണിന് വരുന്ന അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചെങ്കണ്ണ് ഒരു എക്സാമ്പിൾ ആണ്. അത് കൺജക്റ്റൈവയുടെ ഇൻഫ്ലമേഷൻ ആണ്. കൺജക്റ്റൈവ എന്ന് പറഞ്ഞാൽ ചെങ്കണ്ണ് അതെല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ കൺജക്റ്റൈവ ആരും കേട്ടിട്ടില്ല. ശരിക്കും നമ്മളെ കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് എന്താണ്? ഒരു ഐബോൾ ഉണ്ട്, അതിനകത്തൊരു കറുത്ത വട്ടം. ആ കറുത്ത വട്ടം മാത്രമല്ല, ആ കറുത്ത വട്ടം ശരിക്കും പറഞ്ഞാൽ കറുത്ത കളർ നൽകുന്നത് ഐറിസാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഐശ്വറായിന്റെ കണ്ണിന് വേറെ കളറാണ്, എന്റെ കണ്ണിന് വേറെ കളറാണ്. ഇത് ശരിക്കും അകത്തുള്ള ഐറിസിന്റെ കളറാണ്. ഇതൊക്കെ നമ്മളൊരു അനാറ്റമി ബേസിലാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ കോൺടാക്ട് ലെൻസ് ഫിറ്റിംഗ് വരുന്നുണ്ട്. ഇപ്പോൾ സ്പെക്ടക്കിൾസ് ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന, കോസ്മെറ്റിക്കലി എനിക്കത് പറ്റില്ല എന്ന് പറയുന്ന ആളുകൾക്ക് നമ്മൾ കോൺടാക്ട് ലെൻസ് കൊടുക്കുന്നുണ്ട്. ആ കോൺടാക്ട് ലെൻസിന് എല്ലാ പേഷ്യൻസിനും ഒരേ അളവിൽ കൊടുക്കാനും കഴിയില്ല. ഓരോരുത്തരുടെ വട്ടം, അതായത് നിങ്ങൾ പറയുന്ന പ്യൂപ്പിൾ എന്ന് പറയുന്ന ഏരിയ, ആ ഏരിയയുടെ വട്ടം വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് RGP ഉണ്ട്, സോഫ്റ്റ് കോൺടാക്ട് ലെൻസ് ഉണ്ട്. അതേപോലെ വേറെ ഏരിയയാണ് ലോ വിഷൻ റിഹാബിലിറ്റേഷൻ. അതിലും സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വരുന്നുണ്ട് സ്ട്രാബിസ്മസ് മാനേജ്മെന്റ്. പേര് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും മലയാളത്തിൽ പറഞ്ഞാൽ കോങ്കൺ എന്ന് പറയും. നമ്മുടെ ഏരിയയിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കോങ്കണിലെ ഏരിയയാണ്. അതായത് ഈ കോങ്കണ് വരാൻ തന്നെ പല സാധ്യതകളുണ്ട്. അപ്പൊ ഇത്തരമൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് ഈ ഒരു കോഴ്സ് കുറച്ച് ചാലഞ്ചിങ് ആണ്. വളരെ ഈസി ആണെന്ന് പറഞ്ഞിട്ട് ചേരുന്നവർക്ക് കുറച്ച് ടഫായിട്ട് തോന്നും. നമുക്കത് പാഷനേറ്റ് അല്ല എങ്കിൽ,
അത് എനിക്ക് പഠിക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഇത് ഈസിയാണ്. നമ്മൾ ആദ്യം ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ, അത് ഏത് കോഴ്സ് ആയിക്കോട്ടെ, ആ കോഴ്സിനെ പറ്റി നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഇതിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം സിലബസ് കിട്ടും. ആ സിലബസ് നോക്കിയാൽ തന്നെ ഏകദേശം ധാരണ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് മെയിൻ ആയിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സും ഒരു നോർമൽ ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. അതായത് തിയററ്റിക്കലി ക്ലാസ്സുകൾ മാത്രമല്ല, പ്രാക്ടിക്കലി നമ്മൾ സ്കിൽസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ഫ്യൂച്ചറിനും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അതായത് നമുക്കൊരു പാഷൻ വേണം ഫസ്റ്റ് തന്നെ. അതെ. ഒപ്റ്റോമെട്രി നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ, ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് കടന്നു വരുന്ന ഒരു സ്റ്റുഡൻറ്റ്, നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഇതിലൂടെ തന്നെ കടന്നു പോകാൻ പറ്റും അല്ലേ? നമുക്കൊരു ഇൻട്രസ്റ്റും ആദ്യം നമ്മൾ ആ ഒരു വെരി ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പാഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇൻട്രസ്റ്റ്, ഇത് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർ ആയിട്ട് വന്നിട്ട് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ അധികം സബ്ജക്ട്സിലേക്ക് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇന്ന ഇന്ന ഏരിയാസ് ആണ് പറയുന്നുള്ളത്. പക്ഷേ നമുക്കൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇതിലൊരു മെയിൻ സബ്ജക്റ്റുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിടെക് ആണെങ്കിൽ അതിനൊരു കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ കുറേ കോഴ്സ് ഏരിയാസ് ഉണ്ടായിരിക്കും, സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. ഈ സബ്ജക്റ്റുകൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയാൽ അവർക്ക് ഏതൊക്കെയാണ് ഇതിലൂടെ ഒന്ന് കവറപ്പ് ചെയ്ത് പോവുക എന്നുള്ള ഒരു കോർ ഏരിയ എന്തായിരിക്കും? അതായത് നമ്മൾ യൂണിവേഴ്സിറ്റി ബേസ് നോക്കുകയാണെങ്കിൽ പല യൂണിവേഴ്സിറ്റികളും ഉണ്ട്. പക്ഷെ എല്ലാത്തിലും ഏകദേശം ഒരേപോലെയുള്ള സിലബസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുക. അതായത് നമ്മൾ ഫുൾ ബോഡി അനാട്ടമി ആദ്യം പഠിക്കണം. ആ ബോഡിയിലാണ് കണ്ണിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, ലിംഫാറ്റിക് സർക്കുലേഷൻ ഒക്കെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. സെക്കൻഡ് ഇയർ തൊട്ടാണ്, അല്ലെങ്കിൽ സെക്കൻഡ് സെമ്മ് തൊട്ടാണ് നമ്മൾ അനാട്ടമി സ്റ്റാർട്ട് ചെയ്യുക. കണ്ണിന്റെ അനാട്ടമി, കണ്ണിന്റെ ഫിസിയോളജി, പിന്നെ ഡിസീസ് പഠിക്കും. ഡിസീസ് പഠിച്ചു കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പീഡിയാട്രിക് ആൻഡ് ജെറിയാട്രിക് ഒപ്റ്റോമെട്രി പഠിക്കണം. കോൺടാക്ട് ലെൻസ് പഠിക്കുന്നുണ്ട്. ബി എസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനോക്കുലർ സിംഗിൾ വിഷൻ, മെയിനായിട്ട് വരിക കോങ്കണിന്റെ കാര്യത്തിലാണ്. ഇതും പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലോ വിഷൻ റീഹാബിലിറ്റേഷൻ. പിന്നെ അതിൽ നമ്മൾ എന്താ പറയുക, മെയിൻ സബ്ജക്റ്റുകൾ ഇത് മാത്രമായിരിക്കും. അതിൽ ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒപ്റ്റോമെട്രിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതായത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്, അതേപോലെ ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ച് അതിപ്പോൾ ഇപ്പൊ ഉപയോഗിക്കുന്നത് മാത്രമായിരിക്കില്ല, പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പഠിക്കണം. ചിലപ്പോൾ അത് ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അതാണ് നമ്മൾ പറഞ്ഞത് സ്കിൽസ് എന്ന് പറഞ്ഞാൽ. അതായത് ഇന്ന ഇൻസ്ട്രുമെന്റ് ഇന്ന ഭാഗത്താണ് ഉപയോഗിക്കേണ്ടത്, അത് നമ്മുടെ സ്കില്ല് വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ ഇത് ഈ കാര്യങ്ങളൊക്കെയാണ് ഒപ്റ്റോമെട്രിയിൽ വരുന്നത്. സബ്ജക്ട് ബേസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പഠിക്കുക അനാറ്റമി, ഡിസീസ്, പിന്നെ വരുന്നത് ബൈനോക്കുലർ വിഷൻ, ലോ വിഷൻ റീഹാബിലിറ്റേഷൻ, കോൺടാക്ട് ലെൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇനി ഇതിൽ സ്പെഷ്യലൈസ് വേണമെങ്കിൽ ചെയ്യാം. ഫെലോഷിപ്പ് എന്ന ഏരിയ ഉണ്ട്. ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഈ ഒരു ഏരിയനെ മാത്രമായിട്ട് നമ്മൾ കവർ ചെയ്ത് പഠിക്കും. ഈ ഒരു ഒപ്റ്റോമെട്രിയിൽ നമുക്കിതൊരു അപ്ഡേറ്റഡ് സിലബസ് എന്നുള്ളത് എന്ന ഒരു കണ്ടന്റിലേക്ക് വരുമ്പം അതിൽ എന്തെങ്കിലും മെൻഷൻ ചെയ്യാനുണ്ടോ? അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്കോ, അല്ലെങ്കിൽ ഇത്ര ഇയേഴ്സ് കൂടുമ്പോൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും, അങ്ങനെ എന്തെങ്കിലും അതിലേക്കല്ല ഉണ്ടോ? ഇന്നത്തെ സിലബസ് ഒക്കെ ഫുള്ളി അപ്ഡേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിലബസ് ആണ് ഉണ്ടാവുക. അതായത് നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഡിസീസ്, ഒക്കുലാർ ഡിസീസ് എന്ന് പറയുമ്പോൾ കോർണിയ തൊട്ട് ഒപ്റ്റിക് നെർവ് വരെയുള്ള കാര്യം. അതായത് നമ്മൾ ഫസ്റ്റ് കാണുന്ന ഈ കറുത്ത ഭാഗം തൊട്ട് ബാക്കിൽ ഒരു ഭാഗമുണ്ട്, ഒരു ഒപ്റ്റിക് നെർവ് ഉണ്ട്. ആ ഒപ്റ്റിക് നെർവ് വഴിയാണ് നമ്മുടെ വിഷ്വൽ പാത്ത് ആ വിഷ്വൽ പാത്ത് ബ്രെയിനിലോട്ട് ഇമേജ് ഫോം ചെയ്യുക. അതായത് ബ്രെയിൻ ആണ് പറയാ ഇന്ന ഇമേജ് ആണ് നീ കാണുന്നത്. ആ ഏരിയ തൊട്ടൊക്കെ വരുന്ന ഏരിയയിൽ വരെയുള്ള ഡിസീസ് ഒക്കെ നമ്മൾ പഠിക്കും. ഫസ്റ്റ് പഠിക്കുക കണ്ണിന് മുന്നിൽ എന്താണോ അതിന്റെ ഡിസീസ്, ആ ഡിസീസ് കാരണം വേറെ ഏതൊക്കെ ഡിസീസ് വരും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരുപാട് കണ്ടീഷൻസ് പുതുതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കും അതേപോലെ തന്നെ അപ്ഡേറ്റ് ആവുന്നുണ്ട്, എഡിഷൻസ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഈ ടെക്സ്റ്റ് ബുക്കിലും കാണും, അതേപോലെ തന്നെ സിലബസിലും വ്യത്യാസം വരുന്നുണ്ട്. അത് അപ് ടു ഡേറ്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ എക്സ്പീരിയൻസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ പതിയെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും അല്ലേ? നമ്മളൊരു ഒപ്റ്റോമെട്രിസ്റ്റ് ആയതിനു ശേഷം നമ്മളൊരു വർക്കിന് കയറുന്നു, അപ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും അല്ലേ?